ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു അവൽ മിൽക്ക് ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന മട്ട അരിയുടെ അവലാണ്. അത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. വെള്ള അവൽ നിങ്ങൾ എടുക്കരുത്. വെള്ള അവൽ എടുത്തു കഴിഞ്ഞാൽ പാലൊഴിക്കുമ്പോൾ പെട്ടെന്ന് അത് കുഴഞ്ഞു പോകും. പിന്നെ വേണ്ടുന്നത് 1 കപ്പ് പാല്. അത് പാല് ചൂട് മാറിയ ശേഷം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്താണ്. 4 പാളയംകുടം പഴമാണ് ഇതിന് നല്ലത്. പിന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള പഴം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചെടുത്താണ്. വറുത്ത കപ്പലണ്ടി, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, ഉണക്കമുന്തിരി, ബൂസ്റ്റ്, ഇത്രയാണ് ഇതിന് വേണ്ടത്. അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. തീ കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കരിയാതെ നോക്കിക്കൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം. ഒരു 2-3 മിനിറ്റ് മതി അത് റെഡിയാകാൻ. പിന്നെ നിങ്ങൾ മിനിറ്റ് ഒന്നും നോക്കണ്ട. അതായത് ഇങ്ങനെ എടുത്ത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ അത് പൊടിഞ്ഞ് വരണം. പൊടിയുന്നുണ്ട. ഇതാണ് ഇതിൻ്റെ പരുവം. അത് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഫ്ലെയിം ചിലപ്പോൾ കൂടിയിരിക്കും, കുറഞ്ഞിരിക്കും. അതനുസരിച്ച് അത് മാറിപ്പോവും. സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പഴം ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെച്ച് സ്മാഷറോ എല്ലാം വെച്ച് ഉടച്ചെടുക്കാം. എല്ലാത്തിലും നല്ലത് ഇതാണ്. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകത്തില്ല ഫോർക്ക് കൊണ്ട് ഉടയ്ക്കുമ്പോൾ. ഇനി ഇതിലേക്ക് പാല്, പഞ്ചസാര, ഒരുപാടങ്ങ് കട്ടിയാകരുത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ പഴം ചേർത്ത് കഴിയുമ്പോൾ പാലല്ലേ കുറച്ചുകൂടെ കൂട്ടണം. ഇനി ഇത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം. ബൂസ്റ്റ് മാറി ഓരോ ലെയർ ചെയ്താൽ മതി. ഈ നട്ട്സ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നട്ട്സിന് പകരം നിങ്ങൾക്ക് ബദാം വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തന്നെ ബൂസ്റ്റ് എണ്ണ വേണമെന്ന് നിർബന്ധമില്ല. ഹോർലിക്സ് വേണമെങ്കിലും ആകാം.
ഉണക്കമുന്തിരി വളരെ നല്ലതാണ്. ഇത് ബ്ലഡ് ഉണ്ടാകാൻ ഒരുപാട് പ്രയോജനമുള്ളതാണ്. നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നട്ട്സ്, കപ്പലണ്ടി, ഉണക്കമുന്തിരി, പാല്, ഇതാണ്. അതുകൊണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക. വീട്ടിലെല്ലാം ഈ സാധനങ്ങളെല്ലാം എപ്പോഴും ഉള്ളതാണ്. അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഉടനെ നിങ്ങളത് കുടിക്കാൻ നോക്കണം. അവൽ കുതിർന്ന് കഴിഞ്ഞിരുന്നാൽ അതിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തില്ല. കഴിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം, സ്പൂണിട്ടൊന്ന് ഇളക്കിയാൽ മതി കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ നോക്കണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.